Hello students, welcome to the third part of our first module. Students, today we are going to learn force exerted by uh, a jet on moving plates. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതൊക്കെ സ്റ്റേഷനറി പ്ലേറ്റ്സ് ആയിരുന്നു. ഇനി മുതൽ നമ്മൾ മൂവിങ് പ്ലേറ്റ്സ് ആണെങ്കിൽ ഈ ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ജെറ്റ്സ് എങ്ങനെ മാറും എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. ഒന്നാമത്തെ കേസ്, ഫോഴ്സ് ഓൺ ഫ്ലാറ്റ് വെർട്ടിക്കൽ പ്ലേറ്റ് മൂവിങ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജെറ്റ്. അതായത് നമ്മൾ കഴിഞ്ഞ കേസുകളിൽ ഫോഴ്സ് ഓൺ ഫ്ലാറ്റ് വെർട്ടിക്കൽ പ്ലേറ്റ് വിച്ച് ഈസ് സ്റ്റേഷനറി ആണ് പഠിച്ചത്. ഇപ്രാവശ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോഴ്സ് ഓൺ ഫ്ലാറ്റ് വെർട്ടിക്കൽ പ്ലേറ്റ് മൂവിങ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി ജെറ്റ്. അത് നോക്കാം. സപ്പോസ് വി ഹാവ് ദിസ് ഫ്ലാറ്റ് വെർട്ടിക്കൽ പ്ലേറ്റ് ആൻഡ് വി ഹാവ് എ ജെറ്റ്. Okay, so when this jet is striking this plate, it will deflect like this, അല്ലേ? ഇങ്ങനെ ഡിഫ്ലക്റ്റ് ആവും. സപ്പോസ് ഇതിൻ്റെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി വി, ജെറ്റിൻ്റെ വെലോസിറ്റി വി, ആൻഡ് ഈ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് യു എന്നുള്ളൊരു ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ദ വെലോസിറ്റി ഓഫ് പ്ലേറ്റ് വെലോസിറ്റി യു, വി ജെറ്റ് വെലോസിറ്റി ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിപ്പോൾ സ്മൂത്ത് പ്ലേറ്റ് ആണെങ്കിൽ, ഫ്രിക്ഷൻലെസ് പ്ലേറ്റ് ആണെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് വി വെലോസിറ്റി തന്നെ ആയിരിക്കും, അല്ലേ? പക്ഷേ സിൻസ് ദിസ് ഫ്ലാറ്റ് വെർട്ടിക്കൽ പ്ലേറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് യു, അല്ലേ? അപ്പോൾ വി എന്നുള്ളത് വെലോസിറ്റി ഓഫ് പ്ലേറ്റ് ആണ്, വി വെലോസിറ്റി ഓഫ് ജെറ്റ് ആണ്, അബ്സല്യൂട്ട് വെലോസിറ്റി ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ജെറ്റ്, ആൻഡ് യു ശ്രദ്ധിക്കുക, യു വെലോസിറ്റി ഓഫ് ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്, അപ്പോൾ നിങ്ങൾക്കറിയാം രണ്ട് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജെറ്റും മൂവ് ചെയ്യുന്നുണ്ട്, ജെറ്റിനും വെലോസിറ്റി ഉണ്ട്, അതായത് പ്ലേറ്റിനും വെലോസിറ്റി ഉണ്ട്, അല്ലേ? സോ ഇൻ ദിസ് കേസ് ദ ജെറ്റ് ഡസ് നോട്ട് സ്ട്രൈക്ക് ദ പ്ലേറ്റ് വിത്ത് എ വെലോസിറ്റി വി, അല്ല വിയുമായിട്ടുള്ള സ്ട്രൈക്ക് ചെയ്യുക, ബട്ട് ഇറ്റ് സ്ട്രൈക്സ് വിത്ത് എ റിലേറ്റീവ് വെലോസിറ്റി, അല്ലേ? രണ്ടും മൂവിങ് ആയതുകൊണ്ട് ദർ വിൽ ബി എ റിലേറ്റീവ് വെലോസിറ്റി. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് റിലേറ്റീവ് വെലോസിറ്റി. ഇറ്റ്സ് വിത്ത് എ റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ നോക്കാം, ആക്ച്വലി ജെറ്റ് സ്ട്രൈക്സ്, ഇത് പ്ലേറ്റും മൂവ് ചെയ്യുന്നുണ്ട്, ജെറ്റും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ജെറ്റ് പ്ലേറ്റിനെ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ജെറ്റ് അല്ല, അത് റിലേറ്റീവ് വെലോസിറ്റിയാണ്. ആ റിലേറ്റീവ് വെലോസിറ്റി എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ജെറ്റ് മൈനസ് അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് പ്ലേറ്റ്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി വി മൈനസ് യു എന്നുള്ള ഒരു വെലോസിറ്റിയിലാണ് അത് ഹിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ മൂവിങ് പ്ലേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിങ്ങനെ തന്നെ പഠിക്കുക, എന്നാലേ കൺഫ്യൂഷൻ വരാണ്ടിരിക്കും. ഫോഴ്സ് എക്സർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ മൂവിങ് പ്ലേറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ശ്രദ്ധിക്കുക, ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജെറ്റ്. എങ്ങനെ എഴുതാം? ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജെറ്റ് എങ്ങനെ എഴുതാം? എഫ് എക്സ്, അല്ലേ? എക്സ് ഡയറക്ഷനിലല്ലേ ജെറ്റിൻ്റെ ഡയറക്ഷൻ എക്സ് ഡയറക്ഷനാണ്. അപ്പോൾ എഫ് എക്സ് ഈക്വൽ ടു എങ്ങനെയാണ് എഴുതുക? മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ്, അല്ലെങ്കിൽ മാസ് ബൈ ടൈം ഇനീഷ്യൽ വെലോസിറ്റി വിത്ത് വിച്ച് വാട്ടർ സ്ട്രൈക്സ് in the direction of jet minus final velocity in the direction of jet. Final velocity of
ഫൈനൽ വെലോസിറ്റി ഓഫ് ദ വാട്ടർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജെറ്റ്. അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് പെർ സെക്കൻഡ് അല്ലേ, അതാണല്ലോ മാസ് ബൈ ടൈം അതാണല്ലോ. അത് നമ്മൾ സാധാരണ കേസിൽ റോ എ വി എന്നല്ല എഴുതിയത്, റോ എ വി അല്ലേ. ഇവിടെ എന്താണ് റോ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ജെറ്റ് എ ഇൻറ്റു വെലോസിറ്റി വിത്ത് വിച്ച് ജെറ്റ് സ്ട്രൈക്സ്. അത് ഇവിടെ എന്താണ് വി മൈനസ് യു ആണ്. ഇപ്പോൾ റോ എ വി മൈനസ് യു ആണ് മാസ് ബൈ ടൈം. റിലേറ്റീവ് വെലോസിറ്റി ആണ്, കാരണം രണ്ടും മൂവിങ് ആണല്ലോ. അതായത് ജെറ്റ് ഒരു സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ പ്ലേറ്റ് യു എന്നുള്ള സ്പീഡ് അതേ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് പെർ സെക്കൻഡ് റോ എ വി ആയിരിക്കില്ല, റോ എ വി മൈനസ് യു ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എക്സ് എന്ന് വെച്ചാൽ റോ എ വി മൈനസ് യു, അതാണ് മാസ് പെർ ടൈം. ഇനി എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി വിത്ത് വിച്ച് വാട്ടർ സ്ട്രൈക്സ് ഇൻ ദ ഡയറക്ഷൻ, അതെന്താണ് വി മൈനസ് യു ആണ്. ഇനീഷ്യൽ വെലോസിറ്റി വി മൈനസ് യു ആണ്. ഫൈനൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് എന്താണ്? 0 ആണ്. കാരണം എന്താണ് ഫൈനൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ, വി മൈനസ് യു മുകളിലേക്കാണ്. വി മൈനസ് യു എന്നുള്ളൊരു വെലോസിറ്റിയിൽ മുകളിലേക്കും താഴേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഫൈനൽ വെലോസിറ്റി ഇല്ല, വാട്ടർ നേരെ പെർപെൻഡിക്കുലർ മുകളിലേക്കും താഴേക്കും ഡിഫ്ലക്റ്റ് ചെയ്ത് പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. എഫ് എക്സ് ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെൻറ്റൻസ്, അതായത് ഈ ഒരു പോയിന്റ്, ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദ ജെറ്റ് ആണിത്. ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ മൂവിങ് പ്ലേറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജെറ്റ് എങ്ങനെ എഴുതാം? റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് എങ്ങനെയാണ്? വർക്ക് ഡൺ പെർ സെക്കൻഡ്, വർക്ക് ഡൺ ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ. അപ്പോൾ വർക്ക് പെർ സെക്കൻഡ്, വർക്ക് എങ്ങനെയാണ്? വർക്ക് ഈക്വൽ ടു വർക്ക് ഡബ്ല്യു എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. വർക്ക് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്താൽ മതി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ബൈ ടൈം എന്താണ്? അതായത് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പ്ലേറ്റ് പെർ യൂണിറ്റ് ടൈം, അതെന്താണ്? അപ്പോൾ വർക്ക് പെർ സെക്കൻഡ് എന്നുള്ളത് ഫോഴ്സ് ഇൻറ്റു അല്ലെങ്കിൽ എഫ് എക്സ്, ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ അല്ലേ, എഫ് എക്സ് ഇൻറ്റു യു ആയിരിക്കും അത് അല്ലേ, ഡിസ്റ്റൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് പെർ യൂണിറ്റ് ടൈം. അപ്പോൾ അതെങ്ങനെ എഴുതാം? എഫ് എക്സ് ഇൻറ്റു യു എന്ന് വെച്ചാൽ റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു യു. ഇതാണ് വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ്. ഓക്കെ, ഇനി നമുക്ക് എഫിഷ്യൻസി ആണെങ്കിലോ, എഫിഷ്യൻസി ഓഫ് ദ ജെറ്റിൻ്റെ എഫിഷ്യൻസി ആണെങ്കിൽ ജെറ്റിൻ്റെ ഔട്ട്പുട്ട് വർക്ക്, ജെറ്റ് കാരണം ഉണ്ടാകുന്ന വർക്ക് എഫിഷ്യൻസി നമ്മൾ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ, ഇൻപുട്ട് എനർജി, എത്ര ഇൻപുട്ട് എനർജിയിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്, അതാണ് എഫിഷ്യൻസി. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി ഔട്ട്പുട്ട് എന്താണ്? റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു യു. ഇൻപുട്ട് എന്തായിരിക്കും? ഇൻപുട്ട് കൈനറ്റിക് എനർജി ആയിരിക്കും. എന്താണ് കൈനറ്റിക് എനർജി? എഫിഷ്യൻസി ഈക്വൽ ടു റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ യു ബൈ കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് എം ബി സ്ക്വയർ. ഹാഫ് എം ബി വെച്ചാൽ എം എന്ന് വെച്ചാൽ റോ എ ബി അല്ലേ, അതായത് ജെറ്റിൻ്റെ വെലോസിറ്റി വി ആണ്, ഹാഫ് റോ എ വി ആണ് എന്ത് എം ഡോട്ട് അല്ലേ. അപ്പോൾ ഇത് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ആണ് വേണ്ടത്, കാരണം ഇത് വർക്ക് കൈനറ്റിക് എനർജി അല്ല, എനർജി പെർ സെക്കൻഡ് ആണ് വേണ്ടത്, കാരണം പവറാണ്. നമ്മൾ ഇൻപുട്ട് പവർ, നമുക്കിത് ബെറ്റർ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആക്കുന്നതല്ലേ നല്ലത്. ഔട്ട്പുട്ട് പവർ
ഔട്ട്പുട്ട് പവറാണ്, കാരണം പവറാണിത്, വർക്ക് പെർ സെക്കൻഡാണ്. അപ്പോൾ അത് പവറായി. അതായത് ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ ഇതും പവർ, ഇതും പവർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇത് പവറായി, ഇതും പവറായി. അപ്പോൾ ഇത് ഹാഫ് എം ബി സ്ക്വയർ, അതായത് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഹാഫ് എം ഡോട്ട് വി സ്ക്വയർ ആണ്. അതായത് ഇവിടെ നോക്കാം, കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ ഹാഫ് എം വി സ്ക്വയർ ബൈ ടൈം വേണമല്ലോ. ഇപ്പോൾ എം ബൈ ടൈം, മാസ് ബൈ ടൈമാണ് റോ എ വി, ഇൻറ്റു എന്താണ് വി സ്ക്വയർ അല്ലേ. അതായത് ജെറ്റിൻ്റെ ഇൻപുട്ട് എന്ന് വെച്ചാൽ അത് തന്നെയാണ്. അതിൽ റിലേറ്റീവ് വെലോസിറ്റി ഒന്നും കാണണ്ട. റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ജെറ്റും പ്ലേറ്റും തമ്മിലുള്ള ഒരു റിലേറ്റീവ് മൂവ്മെൻ്റ് ഉള്ളതുകൊണ്ട് ആ ജെറ്റ് പ്ലേറ്റിന് മുകളിൽ ചെയ്ത വർക്ക് കാണാനാണ് അത് ആ റിലേറ്റീവ് വെലോസിറ്റി കാണുന്നത്. ഇൻപുട്ട് എന്ന് വെച്ചാൽ ജെറ്റിൻ്റെ എനർജി എന്ന് വെച്ചാൽ ജെറ്റ് വി എന്നുള്ള ഒരു വെലോസിറ്റിയിൽ എ എന്നുള്ളൊരു ഡയമീറ്ററിൽ ഒരു ജെറ്റ്. അപ്പോൾ അതിൻ്റെ റോ ഡെൻസിറ്റി ആകുമ്പോൾ ഇതാണ് അതിൻ്റെ എഫിഷ്യൻസി. ഇത് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ്. അത് എഫിഷ്യൻസി ആക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് എഫിഷ്യൻസി ഇക്വേഷൻ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഓക്കെ, നമുക്ക് അടുത്ത കേസ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഓൺ ദി ഇൻക്ലൈൻഡ് പ്ലേറ്റ് മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ജെറ്റ്. അതായത് നമുക്കൊരു ഇൻക്ലൈൻ പ്ലേറ്റ് ഉണ്ട്, അത് ഹൊറിസോണ്ടലായിട്ട് ഒരു തീറ്റ എന്നുള്ള ഡയറക്ഷനിൽ ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് മൂവിങ് വിത്ത് എ വെലോസിറ്റി യു ആണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. കാരണം ജെറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ, ജെറ്റ് ഇങ്ങനെയാണ്, എക്സ് ഡയറക്ഷനിൽ തന്നെയാണ്. അത് എക്സ് ഡയറക്ഷനിൽ തന്നെയാണ് പ്ലേറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹിറ്റ് ചെയ്താൽ, സപ്പോസ് ഇത് വി എന്നുള്ള വെലോസിറ്റിയിൽ വരുന്നുണ്ട്, ഇങ്ങനെ ഹിറ്റ് ചെയ്താൽ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ആവും അല്ലേ, ഡിഫ്ലക്റ്റ് ആവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വേറൊരു പൊസിഷനിലേക്ക് എത്തും. അപ്പോൾ രണ്ടിനും വെലോസിറ്റി ഇല്ലോണ്ട് ഇത് പോകുന്ന ഇങ്ങോട്ട് എന്താണ് മുകളിലേക്ക് പോകുന്ന വെലോസിറ്റി എന്തായിരിക്കും? വി മൈനസ് യു. റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? വി മൈനസ് യു എന്നുള്ള വെലോസിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ മോഷൻ വി മൈനസ് യു അല്ലേ. നോക്കുക, എന്നിപ്പോൾ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ ജെറ്റ് വി മൈനസ് യു എന്നായി. അപ്പോൾ മാസ് നമുക്ക് ഫോഴ്സ് കാണുമ്പോൾ ബെറ്റർ ഫോഴ്സ് നമ്മൾ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ കേസിൽ ഫോഴ്സ് എങ്ങനെയാണ് എടുത്തത്? ഫോഴ്സ് നമ്മൾ ഒരു നോർമൽ ഡയറക്ഷനിലാണ്. അതായത് ഇതിന് നോർമലായിട്ട് ഇപ്പോൾ 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 90 മൈനസ് തീറ്റ വരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. നോർമൽ ഡയറക്ഷൻ ഇതാണ്. അതായത് ദിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലേറ്റ്, ഇത് പെർപെൻഡിക്കുലർ ടു പ്ലേറ്റ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ ദിസ് ഡയറക്ഷൻ എഫ് എൻ. ഓക്കെ, എഫ് എൻ. അപ്പോൾ എഫ് എൻ കാണാൻ നമ്മൾ എന്ത് ചെയ്തു? എഫ് എൻ ഈക്വൽ ടു മാസ് ബൈ ടൈം ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എൻ ഡയറക്ഷൻ മൈനസ് ഫൈനൽ വെലോസിറ്റി ഇൻ എൻ ഡയറക്ഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ മാസ് ബൈ ടൈം ഇപ്പോൾ ഇവിടെ എന്താണ്? റോ എ വി മൈനസ് യു ആണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു, കാരണം രണ്ടും മോഷനിലാണ്, രണ്ടും മൂവിങ് ആണ്. അതുകൊണ്ട് റോ എ വി മൈനസ് യു. ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എൻ ഡയറക്ഷൻ എങ്ങനെയാണ് കാണാം? ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എൻ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദി നോർമൽ ഡയറക്ഷൻ വിത്ത് വിച്ച് ജെറ്റ് സ്ട്രൈക്സ്. അത് എന്തായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി എക്സ് ഡയറക്ഷനിൽ വി ആണ്. അപ്പോൾ എൻ ഡയറക്ഷനിൽ എന്തായിരിക്കും? സൈൻ തീറ്റ. കാരണം നോക്കാം, ഈ ആംഗിൾ തീറ്റയാണോ? ഈ ആംഗിൾ തീറ്റയല്ലേ? അപ്പോൾ ഈ വി എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ഇതിൻ്റെ ഈ കോമ്പണൻറ്റ് കോസ് തീറ്റയും ഈ കോമ്പണൻറ്റ് സൈൻ തീറ്റയും അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് ആക്ച്വലി ഇത് റിലേറ്റീവ് വെലോസിറ്റി കോമ്പണൻ്റ് ആയതുകൊണ്ട് വി മൈനസ് യു സൈൻ തീറ്റ മൈനസ് ഫൈനൽ വെലോസിറ്റി ഇൻ ദ ഡയറക്ഷൻ. ഫൈനൽ വെലോസിറ്റി ഈ ഡയറക്ഷനിൽ ഉണ്ടോ? ഇല്ല, കാരണം ഇതിങ്ങനെയാണ്. ഇത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയിൽ അത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അതിന് കോസ് കോമ്പണൻ്റ് ഇല്ല. കോസ് കോമ്പണൻ്റ് ഇല്ലാത്തതുകൊണ്ട് അത് 0. അപ്പോൾ ഫൈനൽ നമുക്ക് എന്ത് കിട്ടും? എഫ് എൻ എന്നുള്ളത് റോ എ വി മൈനസ് യു ഇൻറ്റു വി മൈനസ് യു സൈൻ തീറ്റ, അല്ലെങ്കിൽ റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ തീറ്റ എന്ന് കിട്ടും. വി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ തീറ്റ.
ഇനി നമുക്ക് എഫ് എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എഫ് എക്സ് എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിലെ ഫോഴ്സ് എഫ് എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ. എഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് എൻ ഇൻറ്റു കോസ് ആംഗിൾ എന്തായിരുന്നു? എഫ് എന്നും എക്സും തമ്മിലുള്ള ആംഗിൾ കോസ് 90 മൈനസ് തീറ്റയാണ്. അപ്പോൾ അത് എഫ് എൻ സൈൻ തീറ്റ. എഫ് എക്സ് ഈക്വൽ ടു റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ അല്ലേ? ഇതായിരുന്നു എഫ് എൻ ഇൻറ്റു സൈൻ തീറ്റ. അപ്പോൾ അത് റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇങ്ങനെ വരും. എഫ് എക്സ് വെച്ചാൽ റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ അതാണ് നമ്മുടെ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദ ജെറ്റ്. അപ്പോൾ ഡയറക്ഷൻ ഏതാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ കേസ്, ഫോഴ്സ് ഓൺ ദ കർവ് പ്ലേറ്റ് വെൻ ദ പ്ലേറ്റ് ഈസ് മൂവിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ജെറ്റ്. സോ വി ഹാവ് ഗോട്ട് എ കർവ് പ്ലേറ്റിൻ്റെ ആ ഒരു ആംഗിൾ ഓഫ് ദ കർവ് അത് തീറ്റയാണെന്നറിയാം. ഓക്കെ, അത് സിമെട്രിക് കർവായാൽ സിമെട്രിക്കലി കർവ്ഡ് ആണെങ്കിൽ താഴെ മുകളിലും തീറ്റയാകും. അൺസിമെട്രിക് ആണ് താഴെ തീറ്റ മുകളിൽ ഒന്ന് തീറ്റ ഒന്ന് ഫൈ ആയിട്ട് രണ്ട് ഡിഫറെൻറ്റ് ആംഗിൾ എടുക്കേണ്ടി വരും. സോ ദിസ് കർവ് പ്ലേറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി യു. സപ്പോസ് we have a jet with velocity v striking the curve plate. അപ്പോൾ ഇതിങ്ങനെ ഒരു ജെറ്റ് ഇങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്താൽ ഇതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ if the curved plate is smooth and there is no loss of energy, അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ എന്തായിരിക്കും ആ വെലോസിറ്റി? സെയിം വെലോസിറ്റി ആയിരിക്കും. പക്ഷേ സിൻസ് ദർ ഈസ് റിലേറ്റീവ് മൂവ്മെൻറ്റ് ബിറ്റ്വീൻ ജെറ്റ് ആൻഡ് പ്ലേറ്റ്, അതായത് ജെറ്റും പ്ലേറ്റും രണ്ടും മൂവിങ് ആയതുകൊണ്ട് ഇത് വി മൈനസ് യു എന്നുള്ളൊരു വെലോസിറ്റിയിലേക്ക് എക്സിറ്റ് ചെയ്യാം അല്ലേ? വി മൈനസ് യു എന്നുള്ള വെലോസിറ്റിയിലേക്ക് എക്സിറ്റ് ചെയ്യാം, കാരണം രണ്ടും മൂവിങ് ആണ്. ഇനി നോക്കാം, വി മൈനസ് യു ഇത് വി മൈനസ് യു എന്നുള്ള വെലോസിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കോമ്പണൻറ്റ് എന്തായിരിക്കും? വി മൈനസ് യു കോസ് തീറ്റ. മുകളിലേക്കുള്ള കോമ്പണൻറ്റ് വി മൈനസ് യു സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഇൻലെറ്റ് വെലോസിറ്റി ഡയറക്ഷൻ. അതായത് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടല്ലോ, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദി ജെറ്റിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും എക്സിറ്റ് വെലോസിറ്റി. ഓക്കെ, അതായത് എക്സിറ്റ് വെലോസിറ്റിയുടെ കോസ് കോമൺ നമ്മൾ എഴുതുമ്പോൾ ശരിക്കും ഇത് നെഗറ്റീവ് ഡയറക്ഷനിലാണ് വരിക, കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ഫോഴ്സ് എക്സേർട്ടഡ് എഫ് എക്സ് എഴുതുമ്പോൾ മാസ് ബൈ ടൈം നമ്മൾ ഡയറക്റ്റ് റോ എ വി മൈനസ് യു എന്ന് എഴുതാം അല്ലേ? റോ എ വി മൈനസ് യു. ഒന്നാമത്തത് വി മൈനസ് യു, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ജെറ്റ് ഇനീഷ്യൽ വെലോസിറ്റി വിത്ത് വിച്ച് ജെറ്റ് സ്ട്രൈക്സ് ദ പ്ലേറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്, വി മൈനസ് യു, മൈനസ് എന്താണ്? മൈനസ് ഓഫ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഓഫ് വി മൈനസ് യു കോസ് തീറ്റ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് റോ എ വി മൈനസ് യു ഉണ്ട് ഇൻറ്റു ഒരു വി മൈനസ് യു നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അല്ലേ? വി മൈനസ് യു ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ എന്ന് എടുക്കാം അല്ലേ? അപ്പോൾ ഇത് എഫ് എക്സ് എന്നുള്ളത് റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ 1 പ്ലസ് കോസ് തീറ്റ. ഇതാണ് ഫോഴ്സ് എക്സെർട്ടഡ്. ഇനി വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് എങ്ങനെ കാണും? എങ്ങനെ കാണും? ഡബ്ല്യു അല്ലെങ്കിൽ ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ സെക്കൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എസ്. എഫ് എക്സ് ഇൻറ്റു ഡിസ്റ്റൻസ്
traveled by plate per second in x direction അല്ലേ? അങ്ങനെയാണെങ്കിൽ W പെർ സെക്കൻഡ് എന്നുള്ളത് എഫ് എക്സ് ഇൻറ്റു യു എടുത്താൽ പോരെ അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു യു 1 പ്ലസ് കോസ് തീറ്റ സിമ്പിൾ. ഇങ്ങനെയാണ് വർക്ക് പെർ സെക്കൻഡ് കാണാം. അപ്പോൾ എഫിഷ്യൻസി കാണണമെങ്കിൽ ഡിവൈഡ് ബൈ ഹാഫ് റോ എ വി ക്യൂബ് ചെയ്താൽ മതി. ഹാഫ് റോ എ വി ക്യൂബ്. റെഡി? നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എ ജെറ്റ് ഓഫ് വാട്ടർ ഓഫ് ഡയ 10 cm strikes a flat plate normally with a velocity of 15 meter per second. The plate is moving with a velocity of 6 meter per second in the direction of the jet and away from the jet. Find the force exerted by the jet on the plate. Second, work done by the jet on the plate. Third, ഒന്നും കൂടെ നിങ്ങൾ കണ്ടു നോക്ക്, പവർ ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ ജെറ്റ്. ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. പവർ ആൻഡ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഓഫ് ജെറ്റ് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ്, വർക്ക് ഡൺ ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് പെർ സെക്കൻഡ്. തേർഡ്, പവർ ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ ജെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ എന്തൊക്കെയാണ് ഗിവൺ? ഒന്നാമത്തെ ജെറ്റിൻ്റെ ഡി 10 cm എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ അത് 0.1 മീറ്ററാണ് അല്ലേ? ആണെങ്കിൽ ഏരിയ എങ്ങനെ കാണാം? ഏരിയ ഓഫ് ദ ജെറ്റ് π/4 d² ആണ്. അപ്പോൾ അത് π/4 ഇൻറ്റു 0.1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 0.00784 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? മീറ്റർ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ദ ജെറ്റ് കിട്ടി. നമുക്ക് വേറെ എന്തൊക്കെ തന്നിട്ടുണ്ട്? വെലോസിറ്റി ഓഫ് ദ ജെറ്റ് 15 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. വേറെ എന്താ തന്നിട്ടുണ്ട്? ദ പ്ലേറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 6 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ജെറ്റ് ആൻഡ് എവേ ഫ്രം ദ ജെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് യു ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ ദ ഡയറക്ഷൻ ആയതുകൊണ്ട് ആൻഡ് എവേ ഫ്രം ദ ജെറ്റ് ആയതുകൊണ്ട് യു പോസിറ്റീവിന് എടുക്കാം. എവേ അല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടുവേർഡ്സ് ദ ജെറ്റ് ആണെങ്കിൽ -6 എടുക്കേണ്ടി വരും. ടുവേർഡ്സ് 6 ആണെങ്കിൽ -6. എവേ ഫ്രം ദ ജെറ്റ് എന്ന് വെച്ചാൽ ജെറ്റും പ്ലേറ്റും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ യു പോസിറ്റീവ് തന്നെയാണ്. ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് എഫ് എക്സ് ആണ്. എഫ് എക്സ് ക്വസ്റ്റ്യൻ. പിന്നെ എന്താണ്? വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് പെർ സെക്കൻഡ് കാണണം. എഫിഷ്യൻസി, വർക്ക് ഡൺ പെർ സെക്കൻഡ് തന്നെയാണ് പവർ, അത് സെയിം ആണ്. എഫിഷ്യൻസിയും കാണും. അപ്പോൾ എഫ് എക്സ് എങ്ങനെയാണ്? എഫ് എക്സ് സിമ്പിളാണ്. റോ നമുക്ക് ഇത് ഫ്ലാറ്റ് വെർട്ടിക്കൽ പ്ലേറ്റ് അല്ലേ? അപ്പോൾ അത് ഇക്വേഷൻ റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ അല്ലേ ഇക്വേഷൻ. സോ അത് ഡെൻസിറ്റി എപ്പോഴും വാട്ടർ ആയതുകൊണ്ട് 1000 എടുക്കാം ഇൻറ്റു ഏരിയ 0.00784 ഇൻറ്റു എന്താണ് 15 - 6 ഹോൾ സ്ക്വയർ. ആൻസർ കിട്ടുക 636.17 ന്യൂട്ടൺ എന്ന് കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത നമുക്ക് കാണേണ്ടത് വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ്. വർക്ക് ഡൺ ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് പെർ സെക്കൻഡ്. വർക്ക് ഡൺ പെർ സെക്കൻഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? എഫ് എക്സ് ഇൻറ്റു യു അല്ലേ? എഫ് എക്സ് ഇൻറ്റു യു ചെയ്താൽ മതി. അപ്പോൾ അത് എഫ് എക്സ് 636.17 ഉണ്ട് ഇൻറ്റു യു എന്ന് വെച്ചാൽ 6. അപ്പോൾ അത് 3817.02 എന്നാണ് ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് വരും. ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് കിട്ടുന്നുണ്ട് നോക്കാം. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് വെച്ചാൽ ജൂൾ പെർ സെക്കൻഡാണ്. ജൂൾ പെർ സെക്കൻഡ് വെച്ചാൽ വാട്ട്സ് ആണ് അല്ലേ? അപ്പോൾ ആൻസർ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് വെച്ചാൽ എന്താ? ന്യൂട്ടൺ മീറ്റർ ജൂൾ പെർ സെക്കൻഡ് ആണ്. എന്ന് വെച്ചാൽ എന്താ? വാട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് അറിഞ്ഞു വെക്കാം.
നമുക്ക് എഫിഷ്യൻസി കാണാൻ എന്ത് ചെയ്താൽ മതി? എഫിഷ്യൻസി കാണാൻ എന്ത് ചെയ്താൽ മതി? ത്രീ എയ്റ്റ്, അതായത് ഇൻപുട്ട് വർക്ക്, അതായത് ഡബ്ല്യു വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ദ ജെറ്റ് പെർ സെക്കൻഡ്. ഇത് ചെയ്താൽ അല്ലേ? പെർ സെക്കൻഡ് ഇത് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എക്സ്പ്രഷൻ കണ്ടുവച്ചിരുന്നു. അപ്പോൾ ആദ്യത്തെ 3817.02 നമുക്ക് കിട്ടി. രണ്ടാമത്തെ എന്താ, ഡിനോമിനേറ്റർ എന്താണ്? ഹാഫ് റോ എ വി ഇൻറ്റു വി സ്ക്വയർ അല്ലേ? അത് എഫിഷ്യൻസി ഈക്വൽ ടു 3817.02 ഡിവൈഡ് ബൈ ഹാഫ് 1000 ഇൻറ്റു 0.00784 ഇൻറ്റു വി ക്യൂബ് ആയില്ലേ? ഇത് വി ഇൻറ്റു വി സ്ക്വയർ വി ക്യൂബ് ആയി, അത് വി 15 ക്യൂബ്. ആൻസർ വരിക 28 ഇൻറ്റു 100 ചെയ്താൽ പെർസെൻറ്റ്. ആൻസർ ശരിക്കും കിട്ടുക 0.288 എന്നാണ്. അത് ഈക്വൽ ടു 28.8% നേടാം. 28.8%. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ദ ജെറ്റ് 28% ആണ്. കാരണം ആ ജെറ്റിൻ്റെ 28.8% മാത്രമേ ആ പ്ലേറ്റിനെ മൂവ് ചെയ്യിക്കാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അതാണ് അതിൻ്റെ മീനിങ്. എന്താണ് ഫിസിക്കൽ മീനിങ്? ആ ജെറ്റിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഒരു 28.8% മാത്രമേ ആ പ്ലേറ്റ്, മൂവിങ് പ്ലേറ്റിനെ മൂവ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ മൂവിങ് പ്ലേറ്റിന് മുകളിൽ വർക്കായിട്ട് കൺവേർട്ട് ആവുന്നുള്ളൂ. അതാണ് അതിൻ്റെ മീനിങ്. So this is another problem. ഒന്ന് നോക്കാം. എ സ്റ്റേഷനറി വെയിൻ ഹാവിങ് ആൻ ഇൻലെറ്റ് ആംഗിൾ ഓഫ് 0 degree. ഇതൊരു കർവ്ഡ് പ്ലേറ്റ് ആണെന്ന് മനസ്സിലാക്കുക. കാരണം ഇത് ഇൻലെറ്റ് ആംഗിൾ ഔട്ട്ലെറ്റ് ആംഗിൾ ഒക്കെ തരുന്നുണ്ടെങ്കിൽ അത് ഒരു കർവ്ഡ് പ്ലേറ്റ് ആയിരിക്കും. സോ ഇൻലെറ്റ് ആംഗിൾ ഓഫ് 0 degree ആൻഡ് ഔട്ട്ലെറ്റ് ആംഗിൾ ഓഫ് 25 degree ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഈ ഫിഗർ ഇതാണ്. ഇൻലെറ്റ് ആംഗിൾ 0 degree എന്ന് വെച്ചാൽ ഇത് ഈ ടിപ്പ് കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടൽ ആണ്. കാരണം അതിനൊരു കർവ് ഇല്ല. അവിടെ ഇൻലെറ്റിലൊരു ഹൊറിസോണ്ടലായിട്ട് ആംഗിൾ ഇല്ല, അത് കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടൽ, 0 degree എന്ന് പറയാം. ആൻഡ് ഔട്ട്ലെറ്റ് ആംഗിൾ 25 degree എന്ന് വെച്ചാൽ ഔട്ട്ലെറ്റിൻ്റെ ആ ഡയറക്ഷൻ, ഔട്ട്ലെറ്റിൻ്റെ ടാൻജൻറ്റും ഹൊറിസോണ്ടലുമായിട്ട് ഒരു 25 degreeയുടെ ഒരു ആംഗിൾ ഉണ്ട്. ഇൻലെറ്റിൻ്റെ ടാൻജൻറ്റും ഹൊറിസോണ്ടലുമായിട്ട് ആംഗിൾ ഇല്ല, കാരണം ആ ടാൻജൻറ്റ് കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടൽ തന്നെയാണ്. അതാണ് എൻ്റെ മീനിങ്. സോ റിസീവ്സ് വാട്ടർ അറ്റ് എ വെലോസിറ്റി ഓഫ് 50 m/s. കാരണം ഇവിടെയാണ് ഫിഗറിൽ, ഇവിടെ ഇൻലെറ്റിലാണ് നമ്മൾ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓക്കെ, ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് ഇൻലെറ്റിലാണ്. ഡിറ്റർമിൻ ദ കോമ്പണൻസ് ഓഫ് ഫോഴ്സ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ജെറ്റ് വെലോസിറ്റി ആൻഡ് നോർമൽ ടു ഇറ്റ്. അപ്പോൾ നമുക്ക് എക്സ് ഡയറക്ഷൻ, കാരണം വി എക്സ് ഡയറക്ഷനാണ്, ഇത് എക്സ് ആണ്. എക്സ് ഡയറക്ഷനിലും കാണും, നോർമൽ ടു എക്സ് വൈ ഡയറക്ഷനിലും കാണും. രണ്ട് ഡയറക്ഷനിലുള്ള ഫോഴ്സും കാണണം. Also find the resultant force in magnitude and direction per unit weight of the flow. അപ്പോൾ അതെങ്ങനെ കാണാൻ നോക്കാം. നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? വി തന്നിട്ടുണ്ട്. U0 ആണ്. ഇത് സ്റ്റേഷനറി ആണ് കേട്ടോ, സ്റ്റേഷനറി വെയിനാണ്. കാരണം സ്റ്റേഷനറി വെയിൻ. ഇനി ബി പാർട്ട് ഉണ്ട്, ബി പാർട്ട് നമുക്ക് പിന്നെ നോക്കാം. U0 ആണ്. U0 ആയതുകൊണ്ട് സ്റ്റേഷനറി കേസാണ്. സ്റ്റേഷനറി കേസിൽ നമുക്കറിയാം FX ആണ് കണ്ടത്. FX ഈക്വൽ ടു m by mass per second ഇൻറ്റു v1x മൈനസ് v2x ചെയ്താൽ പോരെ. എക്സ് ഡയറക്ഷനിലുള്ള ഇൻലെറ്റ് വെലോസിറ്റിയും എക്സ് ഡയറക്ഷനിലുള്ള ഔട്ട്ലെറ്റ് വെലോസിറ്റി. അപ്പോൾ മാസ് പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ നമുക്ക് അതറിയാം. എന്തായിരുന്നു മാസ് പെർ സെക്കൻഡ്? ഇവിടെ മാസ് പെർ സെക്കൻഡ് കാണാൻ നമുക്ക് ഏരിയ ഒന്നും തന്നിട്ടില്ല അല്ലേ? നമുക്കറിയാം. ഓക്കെ, അത് അവിടെ തന്നെ വെക്കാം. നമുക്ക് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഇതാണ് കാണേണ്ടത് ക്വസ്റ്റ്യനിൽ. ഫോഴ്സ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലോ കണ്ടു വെക്കാം. അപ്പോൾ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ്. വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? മാസ് പെർ സെക്കൻഡ് ഇൻറ്റു ജി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചെയ്താൽ പോരെ. വെയിറ്റ് വെച്ചാൽ മാസ് ഇൻറ്റു ജി, എം ജി ബൈ സെക്കൻഡാണ് വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് FX
per unit weight of water പെർ സെക്കൻഡ് കാണുന്നതല്ലേ നല്ലത്. കാരണം നമുക്ക് ഇതൊന്നും തന്നിട്ടില്ല. ഇപ്പോൾ എന്താണ് ഏരിയയും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, ഏരിയ ഓഫ് ദ ജെറ്റ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കത് എം ബൈ ടൈം ഇൻറ്റു v1x മൈനസ് v2x ഡിവൈഡ് ബൈ എം ബൈ ടൈം ഇൻറ്റു ജി ചെയ്താൽ പോരെ. അപ്പോൾ ഈ എം ബൈ ടി ക്യാൻസലായി. ഈക്വൽ ടു എന്തായി? v1x മൈനസ് v2x ബൈ ജി എന്ന് മാത്രമായി അല്ലേ. ഇത് ശരിക്കും ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ടൈം, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് അല്ല, ഫോഴ്സ് എക്സേർട്ടഡ് പെർ വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ആണ്. പെർ വെയിറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ് പെർ സെക്കൻഡ്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള എഫ് ഓഫ് എക്സ് ആണ്. അതിൻ്റെ ആ ഒരു പാരാമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ v1x എന്താ? എക്സ് ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി. അതെന്താണ് എക്സ് ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ വെലോസിറ്റി? ജസ്റ്റ് ബിഫോർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റ് എന്താണ്? 50 അല്ലേ, 50. ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ആക്ച്വലി ഇവിടെ നമുക്കറിയാം, ഇങ്ങനെ ഒരു വാട്ടർ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്താൽ ഇതിങ്ങനെ ഒഴുകി ലോസ് ഒന്നും ഇല്ലെങ്കിൽ ഇതിലൂടെ എത്ര മൂവിങ് അല്ലെങ്കിൽ ഇതിലൂടെ വി എന്നുള്ള വെലോസിറ്റി തന്നെ എക്സിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ കോമ്പണൻ്റ് എന്താ? വി കോസ് തീറ്റ അല്ലേ, വി കോസ് തീറ്റ. അപ്പോൾ വി കോസ് തീറ്റ എന്ന് പറയുന്നത് ആക്ച്വലി അത് മൈനസ് ഡയറക്ഷൻ ഉണ്ടല്ലോ, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ മൈനസ് 50 കോസ് തീറ്റ, അതിൻ്റെ ബൈ ജി ഉണ്ട് അല്ലേ, ബൈ ജി ഈക്വൽ ടു 50 ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ബൈ ജി. 50 ഇൻറ്റു 1 പ്ലസ് കോസ് 25 ബൈ 9.81. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 9.716 ന്യൂട്ടൺ എന്ന് കിട്ടും. ന്യൂട്ടൺ പെർ ന്യൂട്ടൺ സെക്കൻഡ്, ന്യൂട്ടൺ അല്ല ആക്ച്വലി ഫോഴ്സ് പെർ വെയിറ്റ് പെർ സെക്കൻഡ്. ഇങ്ങനെ ഒരു ഇതാണ് കിട്ടുക. കാരണം വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് എന്തായാലും ന്യൂട്ടൺ പെർ സെക്കൻഡാണ്. ഓക്കെ, അപ്പം അതിൻ്റെ എക്സ് കോമ്പണൻറ്റ് കിട്ടി. നമുക്ക് വൈ കോമ്പണൻറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എഫ് വൈ കാണണമെങ്കിൽ എന്ത് കിട്ടാൽ മതി? എഫ് വൈ എന്ന് വെച്ചാൽ സെയിം v1y മൈനസ് v2y ബൈ ജി ചെയ്താൽ പോരെ, പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ ഫ്ലോ, യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലോ. എഫ് വൈ ബൈ വെറും എഫ് ഐ അല്ല, എഫ് വൈ ബൈ വെയിറ്റ് ഓഫ് ഫ്ലോ പെർ സെക്കൻഡ്. അതാണ് v1y മൈനസ് v2y ബൈ ജി എന്നുള്ളത്. v1y 0 ആണ്, കാരണം y ഡയറക്ഷനിൽ ഇനീഷ്യലി വെലോസിറ്റി ഇല്ല. v2y എന്താണ്? ഓക്കെ, ഈ ഫിഗറിൽ എക്സ് ഡയറക്ഷനിലല്ലേ വെലോസിറ്റി ഇല്ല, വൈ ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല, ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല. പക്ഷെ ഫൈനൽ വെലോസിറ്റിയിൽ വൈ ഡയറക്ഷനിലുണ്ട്. അതെന്താണ്? വി സൈൻ തീറ്റയാണ്. അത് വി സൈൻ തീറ്റ ബൈ ജി ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 50 സൈൻ 25 ബൈ 9.81 കിട്ടും. അത് -2154 എന്നുള്ളൊരു വാല്യൂ കിട്ടും. അപ്പോൾ നെഗറ്റീവ് സൈൻ മീൻസ് ദ ഫോഴ്സ് എഫ് വൈ ഈസ് ആക്ടിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. ഫോഴ്സ് ആക്ട്സ് ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം എഫ് വൈ താഴേക്കും എഫ് എക്സ് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ റിസൾട്ടൻ്റ് എപ്പോഴും ഇങ്ങനെ വരിക, എഫ് ആർ റിസൾട്ടൻ്റ് ഇങ്ങനെ വരും. ഇപ്പോൾ എഫ് ആർ കാണാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് എഫ് എക്സ് സ്ക്വയർ, എപ്പോഴും അറിയാമല്ലോ, എഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് വൈ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ അത് 9.716 ഹോൾ സ്ക്വയർ പ്ലസ് എഫ് വൈ 2.154 സ്ക്വയർ
ഹോൾ റൂട്ട് വേണ്ടേ. അപ്പോൾ എഫ് ആറിൻ്റെ വാല്യൂ 9.952 വരും. 9.952 എന്താണ് ന്യൂട്ടൺ. ഇതെന്താണ് എഫ് ആർ പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറാണ്. ന്യൂട്ടൺ പെർ ന്യൂട്ടൺ ഇങ്ങനെ വരും. ഇതിൻ്റെ യൂണിറ്റ് ഇങ്ങനെയാണ് വരും. പിന്നെ ഈ ആംഗിൾ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ ഫൈ ആണെങ്കിൽ ഫൈ കാണാൻ എന്ത് ചെയ്താൽ മതി? ഏത് ഡയറക്ഷനാണ് റിസൾട്ടൻ ഹൊറിസോണ്ടലിന് ടാൻ ഫൈ എന്ന് വെച്ചാൽ എഫ് വൈ ബൈ എഫ് എക്സ് ആയിരിക്കും. ഫൈ എന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എഫ് വൈ ബൈ എഫ് എക്സ്. അതിൻ്റെ വാല്യൂ കിട്ടുക, ഫൈയുടെ വാല്യൂ 12.550 ഡിഗ്രി കിട്ടും. നോക്കാം. ഓക്കെ, അങ്ങനെയാണ് റിസൾട്ടൻ്റെ ഡയറക്ഷനും റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് ഈ പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറാണ് ഫോഴ്സ് എല്ലാം കാണുന്നത്. പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് അങ്ങനെയാണ്. പിന്നെ ക്വസ്റ്റ്യനിൽ ഈ മാസ് പെർ സെക്കൻഡ് കാണാൻ ഒന്നും വാല്യൂസ് ഒന്നും തന്നില്ല. മാസ് കാണണമെങ്കിൽ ഡെൻസിറ്റി വേണം. ഡെൻസിറ്റി ഓക്കെ, വാട്ടർ ആണെങ്കിൽ 1000 എടുക്കാം. പക്ഷേ ഏരിയ ഓഫ് ദ ജെറ്റ് തന്നിട്ടില്ല. ഏരിയ ഓഫ് ദ ജെറ്റ് തന്നിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ഫോഴ്സ് പെർ വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോയത്. ഓക്കെ, ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ട് ഒന്ന് നോക്കാം. ബി പാർട്ടിൽ ഇഫ് ദ വെയിൻ സ്റ്റേറ്റഡ് അബവ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 meter per second in the direction of jet, calculate the force components in the direction of the vane velocity and across it. Also the resultant force in magnitude and direction. Calculate the vane work done and power developed per weight of the flow. അപ്പോൾ ഈ ആദ്യത്തെ കേസിൽ നമ്മൾ വർക്ക് ഡണ്ണും പവർ ഡെവലപ്ഡ് ഒന്നും കാണാത്തത് എന്തുകൊണ്ടാണ്? കാരണം അവിടെ പ്ലേറ്റ് സ്റ്റേഷനറി ആണ്. പ്ലേറ്റ് സ്റ്റേഷനറി ആണെങ്കിൽ പ്ലേറ്റിൻ്റെ യു 0. അപ്പോൾ അവിടെ ശരിക്കും പ്ലേറ്റിന് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. പ്ലേറ്റിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ വർക്ക് ഡൺ ഉണ്ടാവും. അപ്പോൾ സ്റ്റേഷനറി പ്ലേറ്റിൻ്റെ കേസിലൊക്കെ വർക്ക് ഡൺ 0 ആണ്. മൂവിങ് പ്ലേറ്റിൻ്റെ കേസിൽ മാത്രമേ നമ്മൾ വർക്ക് ഡൺ കാണുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡ് കേസിൽ നമുക്ക് യു എന്താണ് 20 meter per second തന്നിട്ടുണ്ട് അല്ലേ? യു 20 meter per second തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എഫ് എക്സ് കാണുമ്പോൾ ശരിക്കും മാസ് ബൈ ടൈം ഇൻറ്റു എന്താണ് വി മൈനസ് യു മൈനസ് വി ടു എക്സ് എന്തായിരിക്കും? മൈനസ് ഓഫ് വി മൈനസ് യു കോസ് തീറ്റ എന്ന് എടുക്കണം അല്ലേ? അങ്ങനല്ലേ? റിലേറ്റീവ് വെലോസിറ്റി വരുമല്ലോ, രണ്ടും മൂവിങ് അല്ലേ? അപ്പോൾ എഫ് എക്സ് ഈക്വൽ ടു എം ബൈ ടൈം ഇൻറ്റു 50 minus 20 മൈനസ് എന്ന് വെച്ചാൽ പ്ലസ് ഇൻറ്റു 50 minus 20 കോസ് 25. അതിൻ്റെ മീനിങ് വെച്ചാൽ എം ഡോട്ട് മാസ് ബൈ ടൈം എം ഡോട്ട് എടുക്കാം. 30 ഇൻറ്റു 1 പ്ലസ് കോസ് 25 അല്ലേ? അപ്പോൾ അത് എം ഡോട്ട് സം 57.189 എങ്ങാനും വരും. അപ്പോൾ അത് എഫ് എക്സ് പെർ യൂണിറ്റ് എന്താണ്? എഫ് എക്സ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലോ പെർ സെക്കൻഡ് ആക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? എം ഡോട്ട് ബൈ 57 എത്രയായിരുന്നു? 57.189
ഡിവൈഡ് ബൈ എം ഡോട്ട് ഇൻറ്റു ജി ചെയ്താൽ മതി. അപ്പോൾ ഇത് ക്യാൻസൽ ആയി, ഡിവൈഡ് ബൈ ജി അത് ചെയ്ത് കഴിഞ്ഞാൽ 5.829 ന്യൂട്ടൺ പെർ ന്യൂട്ടൺ സെക്കൻഡ് ഇങ്ങനെ ഒരു യൂണിറ്റിൽ വരും അല്ലേ. അതേപോലെ എഫ് വൈ എന്നുള്ളത് v1y മൈനസ് v2y ബൈ ജി അല്ലേ. എഫ് ഐ എന്നുള്ള വെയിറ്റ് നമ്മൾ പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലോ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിൽ 0 മൈനസ് വി മൈനസ് യു സൈൻ 25 വിയിലെടുത്തെല്ലാം വി മൈനസ് യു വരുന്നത് അതേ വ്യത്യാസമുള്ളൂ ബൈ ജി. അപ്പോൾ ഇതിൻ്റെ ആൻസർ -1.292 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, നമുക്ക് റിസൾട്ടൻ്റ് എഫ് ആർ കാണാൻ എന്ത് ചെയ്താൽ മതി, റൂട്ട് fx² പ്ലസ് fy². 5.829 ഹോൾ സ്ക്വയർ പ്ലസ് 1.292 ഹോൾ സ്ക്വയർ. ആൻസർ 5.917 എന്നുള്ളൊരു വാല്യൂ വരും. അതേപോലെ ആംഗിൾ കാണാൻ ആംഗിൾ ഫൈ കാണാൻ എന്ത് ചെയ്താൽ മതി, ടാൻ ഇൻവേഴ്സ് ഓഫ് fy ബൈ fx. അപ്പോൾ അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 12.30 ഡിഗ്രി കിട്ടും. കാരണം എന്താണ്, ഇത് നെഗറ്റീവാണ് വരുന്നത്, ഇത് നെഗറ്റീവ് അല്ലേ വരുന്നത്. നെഗറ്റീവ് വരുമ്പോൾ എക്സ് ഇതേ ഡയറക്ഷൻ, fx ഈ ഡയറക്ഷനിലാണ്, fy ഇങ്ങനെയാണ് വരിക, റിസൾട്ടൻ്റ് fr ഇങ്ങനെ വരും. ഈ ആംഗിൾ ഫൈ 12.30 ഡിഗ്രി ആയി. ഇങ്ങനെയാണ് ഇത് കാണാം. ഓക്കെ 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 ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് വേണം. വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഫ്ലോ. എന്ത് ചെയ്താൽ മതി, ഈ fx ഇൻറ്റു യു ചെയ്താൽ പോരെ. 5.829 ഇൻറ്റു യു എന്തായിരുന്നു 20, 116.58 ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വാല്യൂ കിട്ടും. ഇതുതന്നെയാണ് പവർ. ഇതിനെ നമുക്ക് കിലോ വാട്ട്സിലേക്ക് വേണമെങ്കിൽ ആക്കാം, കിലോ വാട്ട്സിലാക്കാം. ഇത് വാട്ടാണ്, ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ വാട്ടാണ്. ഇതാണ് പവർ ഓഫ് ദ ജെറ്റ്, പവർ ഡെവലപ്ഡ് ബൈ ദ ജെറ്റ്. ഓക്കെ, ഇങ്ങനെ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതേ കർവ്ഡ് പ്ലേറ്റ് തന്നെയാണ്, പക്ഷേ അത് ടാൻജൻഷ്യലി സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെലോസിറ്റി ട്രയാങ്കിൾ എന്നുള്ള കൺസെപ്റ്റൊക്കെ വരുന്നുണ്ട്. സോ we will discuss those things in the next session. For the time being, I'm stopping this session. Thank you.